കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിച്ചുകൊണ്ട്, ഉദ്ധിതനായ കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതകരമായൊരു വിടുതലിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രേരണ തരികയാണ്. അവിശ്വാസത്തിൽ കഴിയുന്ന മക്കള് എല്ലാം ഒക്കെയാണ്, പ്രാർത്ഥനയും പള്ളിപ്പോക്ക് എല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവര് നിരീശ്വരവാദികളെ പോലെയാണ്, അവിശ്വാസത്തിലാണ്. കാരണം എല്ലാം അധരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴും ജീവിതം കൊണ്ട് അങ്ങനെ ആകാൻ പറ്റണില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ലാത്ത മക്കള്, നിരാശ, ഭയം, ആകുലതകള്, ഇതൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോ നമുക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഭയം നിന്നെ വേട്ടയാടുന്നുണ്ടോ, ആകുലതകൾ നിന്നെ ഭരിക്കുന്നുണ്ടോ, അസ്വസ്ഥതകള്, ഭയപ്പാടുകള് ഒക്കെ നിന്നെ വേട്ടയാടുന്നുണ്ടോ, അതിനർത്ഥം എന്താ വചനം പറയുന്നത്? നിന്റെ വിശ്വാസം ക്ഷയിച്ചത് കൊണ്ടാണ്, ദൈവസ്നേഹം കുറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. അവിടെ വചനം പറയുന്നത് ദൈവസ്നേഹത്തിൽ ഭയത്തിനിടവില്ലെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകളിൽ നമുക്കൊരു വിടുതൽ കിട്ടണം. പിശാചിന്റെ ഏറ്റവും വലിയ കെണിയാണ് നമ്മൾ അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും അല്പവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ തള്ളിയിടാന്നുള്ളത്. ആ മേഖലയിൽ നമുക്കൊരു വിടുതൽ കിട്ടിയാലുണ്ടല്ലോ, യേശു ഉദ്ധാനം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കരുത്ത് കിട്ടിയാലുണ്ടല്ലോ, പെസഹ രഹസ്യങ്ങളെ മുഴുവനും ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഇങ്ങനെ അത്ഭുതകരമായ ഒരു അനുഭവം കിട്ടിയ ദൈവവൈതലിനെ തോൽപ്പിക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല. കാരണം നീ ഉദ്ധാനം ചെയ്തു. ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിൻ്റെതല്ല. ഉണ്ട് ഈ ലോകത്തിൻ്റെതൊന്നിനും നിന്നെ കീഴ്പ്പെടുത്താനും പറ്റില്ല. കരങ്ങൾ ഉയർത്തി നിങ്ങൾ ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ നിമിഷം കർത്താവ് തരുന്ന അത്ഭുതകരമായ വിടുതലിന് വേണ്ടി യാചിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ നിമിഷങ്ങളിൽ പൗരോഹിത്യത്തിൽ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ അറിയാതെ നമ്മുടെ മേൽ അധികാരമെടുത്തിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന എല്ലാ പൈശാചിക ശക്തികൾ, കാണപ്പെടാത്ത ലോകത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ സ്വാധീനങ്ങൾ, ആ മേഖലയിൽ വിടുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചോ, മക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ സഹോദരങ്ങൾക്കും കൂടപ്പിറപ്പുകൾക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ. യുക്തി മാത്രമായിട്ട് കടന്നു പോകുന്ന മക്കളുണ്ട്, വിശ്വാസം ക്ഷയിച്ചു പോയ മക്കളുണ്ട്. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ നിമിഷം ആ വിടുതലിന്, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കാൻ, ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ മക്കളെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഉപദേശങ്ങളൊന്നും വിലപ്പോകുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം പ്രാർത്ഥിക്കാൻ. ദൈവാത്മാവ് പ്രവർത്തിച്ചാലല്ലാതെ, കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാലല്ലാതെ ഈ വിഷയങ്ങളിൽ വിടുതലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഓ കർത്താവേ, നീ വാഗ്ദാനം ചെയ്ത വിടുതൽ ഈ മക്കളിലേക്ക് ഇപ്പോൾ നൽകണമേ, എന്നിലേക്ക് നീ വാഗ്ദാനം ചെയ്ത വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുരക്തം ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ. ഇവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. ഇവരുടെ കർത്താവെ ബോധ മനസ്സിനെ, അബോധ മനസ്സിനെ കർത്താവെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകുന്നു. അങ്ങനെ ഇന്നലകളിൽ ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച പല അനർത്ഥങ്ങളും അസ്വസ്ഥതകളും അപകടങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ മക്കളുടെ ജീവിതത്തെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലകളിൽ പ്രവർത്തിച്ച സകല തിന്മയുടെ അരൂപികളും യേശുനാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഓർമ്മകളിൽ അവശേഷിപ്പിച്ച് കിടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില കൂട്ടുകെട്ടുകളിലൂടെ, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ചില തെറ്റായ പ്രബോധനങ്ങളിലൂടെ ഒക്കെ കടന്നുകൂടിയിട്ടുള്ള ഏതെങ്കിലും അവിശ്വാസത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ സ്വാധീനങ്ങൾ ഈ മക്കളുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവെ, ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള്, പ്രയാസങ്ങള്, തടസ്സങ്ങള്, പരാജയങ്ങള്, നഷ്ടങ്ങള്, ഇതെല്ലാം കാരണം വിശ്വാസം ക്ഷയിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഓ കർത്താവേ, നിന്റെ ആഴമായ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യങ്ങൾ ഞങ്ങളുടെ രക്ഷയുടെ അച്ചാരമാണെന്ന് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ രൂപതയിലെ മെത്രാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും ആത്മീയ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും ആത്മീയ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചന്റെയും ബഹുമാനപ്പെട്ട കാര്യച്ചന്റെയും ആത്മീയ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റെല്ലാ വൈദികരോടും ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ അൽത്താരയിൽ ഇന്നോളം അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളുടെയും യോഗ്യതകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ കുടുംബ തലമുറകളെ ഒക്കെ കർത്താവെ, വിശ്വാസത്തിന് വിപരീതമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളും ഇന്നലകളിൽ നല്ല വിശ്വാസമുണ്ടായ തലമുറകള് ഇന്ന് വിശ്വാസം ക്ഷയിച്ചു പോയിട്ടുണ്ടാകാം. ഓ കർത്താവെ, ആ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ചലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, അഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിഞ്ഞു പോകട്ടെ കർത്താവെ. ചില നവമാധ്യമങ്ങളുടെ സ്വാധീനങ്ങൾ കാരണം, കർത്താവെ, ചില കൂട്ടുകെട്ടുകൾ കാരണം ക്ഷയിച്ചു പോയ വിശ്വാസത്തിന്റെ മേഖലകളെ നീ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ, നിന്റെ പരിശുദ്ധ രക്തത്താൽ ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ തലമുറകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെ കെട്ടുകളും അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം നമ്മൾ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം ആ വിഷയത്തിൻ്റെ മേൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ